ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു വാതിലും വഹിച്ചുകൊണ്ട് നഗരമധ്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. വാതിലിന് ഒരു വീട് അന്വേഷിച്ചുകൊണ്ട്. അയാൾ സ്വപ്നം കണ്ടിരുന്നു, ഒരിക്കൽ ഈ വീട്ടിലൂടെ എല്ലാവരും കടന്നു പോകുന്നത് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമെല്ലാം. പക്ഷേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഇന്നും പണി തീരാത്ത ആ വീടിൻ്റെ വാതിലിലൂടെ സകലതും കടന്നു പോവുകയാണ്. വാഹനങ്ങൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, ഒപ്പം താനേറെ സ്നേഹിച്ചിരുന്ന തൻ്റെ ഭാര്യയും മക്കളുമെല്ലാം. എല്ലാത്തെയും കടത്തിവിടുന്ന ഒരു തുറന്ന വാതിൽ. സച്ചിദാനന്ദൻ്റെ ഒരു ചിന്തയാണത്. ഇന്ന് പെസഹാക്കാലം 4-ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ആരാധനാക്രമത്തിൽ 4-ാമത്തെ ഈ ഞായർ നല്ല ഇടയൻ ഞായറായിട്ടാണ് അറിയപ്പെടുന്നത്. ഗുഡ് ഷെപ്പേർഡ് സൺഡേ. ആരാധനാക്രമ വത്സരം അനുസരിച്ച് ഇയർ A, B, C ഈ 3 കാലഘട്ടങ്ങളിലും നമ്മൾ പെസഹാക്കാലം 4-ാം വാരത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് വായനകൾ തിരഞ്ഞെടുക്കുന്നത്. ഇയർ എയിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, ഇയർ ബിയിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും, ഇയർ സിയിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നാം വിചിന്തനത്തിനായിട്ട് എടുക്കുന്നത്. ഇന്ന് നമുക്ക് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് ഇയർ എയിലെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ഇടയനെക്കുറിച്ച്, വാതിലായി മാറിയ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദർഭം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ സുവിശേഷകൻ മിക്ക പ്രവാചകനെയും സാമുവേലിൻ്റെ 2-ാം പുസ്തകവും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ബെത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു രാജാവിനെ പറ്റി, ഒരു ഇടയനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അത് ജന്മസ്ഥലത്തേക്കാൾ ഉപരി ഏത് തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് എന്നത് അവിടെ കൂടുതൽ വെളിവാക്കുന്നുണ്ട്. അതായത് ഈ ആടുകളെ അവർക്ക് സുരക്ഷയൊരുക്കി അതിനെ കരുതുന്ന, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന, അതിനെ നയിക്കുന്ന ഒരു ഇടയനെ പറ്റിയുള്ള പ്രതിപാദ്യം, ഇസ്രയേൽ ഇങ്ങനെ കാത്തിരുന്ന ഒരു ഉത്തമനായ ഒരു ഇടയനെ പറ്റിയുള്ള പ്രതിപാദ്യം നമുക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. പ്രവാചകന്മാർ കരുതി വെച്ചിരുന്ന ഒരു ഉത്തമ ഇടയനെ പറ്റി, ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഇങ്ങനെ കൊളുത്തിയിട്ടിരുന്ന ഒരു അമൂല്യമായ നിധി, തൻ്റെ പുത്രനെ തന്നെ നിത്യമായ ഇടയനായിട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു വിളി, ഒരു യഥാർത്ഥ ഇടയനടുത്തുള്ള ഒരു വാഗ്ദാനം. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഈ പഴയ നിയമത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയനെ പറ്റി ധാരാളം ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം എന്ന് പറയുന്ന ഒരു ഷെപ്പേർഡ് ടെക്സ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രവാചകന് അവിടെ ഒരു ഇമേജറി നൽകുകയാണ്, ഒരു ഷീപ്പ് ആൻഡ് ഷെപ്പേർഡ്, ഒരു ഇടയനും ആടും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്, വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതായത് ഇസ്രയേലിന് ഇടയ ദൗത്യം വഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ധാരാളം പേരുണ്ടായിരുന്നു. രാജാക്കന്മാരൊക്കെ വിളിക്കപ്പെട്ടിരുന്നത് അതിനായിരുന്നു. പക്ഷേ അവരൊക്കെ വഴിതെറ്റിപ്പോയ നിമിഷങ്ങളുണ്ട്. ജനത്തെ, തങ്ങൾക്ക് ബലമേൽപ്പിച്ച ജനത്തെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ശക്തിപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവരൊക്കെ ജനത്തെ ഇങ്ങനെ തകർക്കുവാനായിട്ട് നോക്കി. അവർ സ്വന്തം സുഖം തേടിപ്പോയി. തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകിയില്ല. ഹാർഷായിട്ട് അവരോട് പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ഈ ആടുകൾ ചിതറിപ്പോയി. ഈ ജനങ്ങൾ ഇങ്ങനെ ചിതറിപ്പോയി. അവരെ ദുഷ്ടര് ആക്രമിച്ചു. അങ്ങനെ ഒരു സുരക്ഷയുമില്ലാത്ത ഒരു അവസ്ഥ ഈ ജനത്തിന് വന്നു ചേരുകയാണ്. അപ്പം അതിന് മറുപടിയായിട്ട് ദൈവം പ്രവാചകനിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദൈവം തന്നെ ഇടയനായിട്ട് വരാൻ പോവുകയാണ്. ഈ നഷ്ടപ്പെട്ടതിനെ, ചിതറിപ്പോയതിനെയൊക്കെ തിരിഞ്ഞു പിടിച്ചുകൊണ്ട് എല്ലാത്തെയും ഇങ്ങനെ തന്നോടടുപ്പിക്കുന്ന, തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന ഒരു നിത്യമായൊരു ഇടയനെ പറ്റി പ്രവാചകൻ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുകയാണ്. സ്വയം നൽകിക്കൊണ്ട് സ്നേഹമായിട്ട് അവതരിക്കുന്ന ഒരു ഇടയൻ. ഈ വാഗ്ദാനം ക്രിസ്തുവിൽ ഇങ്ങനെ പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തു ഒരു നല്ല ഇടയനായിട്ടും അവനൊരു വാതിലായിട്ടും കൂടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഒരു എൻട്രൻസ് ആൻഡ് എക്സിറ്റ്, അതായത് ഒരു ഐഡിയ ഓഫ് ആക്സസ്. അപ്പം ഈ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത്, ഈ ഐഡിയ ഓഫ് ആക്സസ് എന്ന് പറയുന്നത് അവനിലൂടെ കടക്കുകയും അവനിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊന്നാണ് ഈ വാതിൽ എന്ന് പറയുന്നത്, ക്രിസ്തുവാകുന്ന വാതിൽ. അതായത് പാലസ്തീൻ കൾച്ചറിൽ നമുക്കറിയാം 3 തരത്തിലുള്ള വാതിലുകൾ
പറ്റി പ്രതിപാദ്യമുണ്ട്. നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റി വാതിൽ, അതായത് ഈ ഇടയന്മാരൊക്കെ പല ഇടയന്മാരും അവരെല്ലാവരും തങ്ങളുടെ ആടുകളെ ഒരുമിച്ച് രാത്രിയിൽ ഇങ്ങനെ ചേർത്തിരുന്ന ഒരു സ്ഥലം. അതിന് മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന ഇടയന്റെ കയ്യിൽ ഒരു താക്കോലും ഉണ്ടാവും, ഇത് ഒരു കേജിന്റെ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇടയ കൂടാരം ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമുക്കറിയാം അതിങ്ങനെ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു, ഒരു കേവും മാതൃക എന്നോണം. അതിനൊരു വാതിലുണ്ടായിരുന്നില്ല, മറിച്ച് ഈ ഇടയൻ തന്നെയാണ് അതിന്റെ മുമ്പിൽ വന്നിങ്ങനെ കിടക്കും. രാത്രിയാകുമ്പോൾ ഇടയൻ വന്നിങ്ങനെ കുറുകെ കിടക്കും. ആടുകളെല്ലാം ഉള്ളിലാണ്. ഇനി ഉള്ളിലുള്ള ആടിനൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇടയന്റെ നെഞ്ചിൽ ചവിട്ടിയല്ലാതെ അതിന് പുറത്തിറങ്ങുക സാധ്യമല്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് മൃഗങ്ങളെ ആടുകളെ ആക്രമിക്കണമെങ്കിൽ ആദ്യം ഈ ഇടയനെ ആക്രമിച്ചിട്ടല്ലാതെ ആടുകളെ ആക്രമിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഇടയന്റെ നെഞ്ചിൽ ചവിട്ടിയല്ലാതെ പുറത്തിറങ്ങുവാൻ കഴിയാതെ അത്രത്തോളം സംരക്ഷണം നൽകുന്ന ഒരു ഇടയനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മൂന്നാമതൊന്ന് വളരെ വിരളമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. അതായത് ജെറുസലേം ദേവാലയത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു നോർത്തേൺ വോളിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു വാതിലുണ്ടായിരുന്നു. അതായത് ബലിമൃഗങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വാതില്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. അതായത് ഒരിക്കൽ ആ വാതിൽ വഴി കടന്നു പോകുന്ന ബലിമൃഗങ്ങൾ പിന്നീട് ഒരിക്കലും തിരിച്ച് വരുന്നില്ല, അതില് ബലിയർപ്പിക്കപ്പെടുകയാണ്. തിരിച്ച് വരാനാവാത്ത വിധം ഇങ്ങനെ ബലിയായി അർപ്പിക്കപ്പെടുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു വാതിലിനെ പറ്റിയുള്ള പ്രതിപാദ്യം. പക്ഷെ ഈ മൂന്നാമത്തെ വാതില് നമുക്ക് പിന്നീട് നമ്മൾ അതിനെ കാണുന്നില്ല. കാരണം ക്രിസ്തു ഈ വാതിലിലൂടെ കടന്ന് എന്നേക്കുമുള്ള നിത്യമായ ഒരു ബലിയായിട്ട് അർപ്പിച്ചിരിക്കുകയാണ്. തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, ഒരു ദിവ്യ കുഞ്ഞാടായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവനത് ഏറ്റെടുത്തു. ഇനി ക്രിസ്തുവിലൂടെ എല്ലാവർക്കും ഉള്ളിൽ കടക്കാം, എല്ലാവർക്കും പുറത്തിറങ്ങുവാൻ കഴിയും. അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യത്തെ കൂടി ഈശോ നമുക്ക് നൽകുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്മാർ വഴി പറഞ്ഞു വെച്ച ആ ഇടയന്റെ പൂർത്തീകരണം ഇവിടെ സംഭവിക്കുകയാണ്. ഈശോ തന്നെ ഒരു വാതിലായിട്ട് മാറുന്നു, ഈശോ തന്നെ ഒരു ഇടയനായിട്ട് മാറുന്നു. ഫ്രാൻസിസ് പാപ്പ 3 ചിന്തകളെ തരണത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഒരു വാതിലിനെ പറ്റി പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ അല്ലാതെ നിത്യജീവനിൽ എത്തുക സാധ്യമല്ല, പാപ്പ പറഞ്ഞു വെക്കുകയാണ്. അതായത് കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ വാതിലാകണം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ത്രൂ ദ ഡോർസ് ഓഫ് ജീസസ്. അതായത് ക്രിസ്തുവിലൂടെ, ഈശോയിലൂടെ ഞാൻ കയറുന്നു, ഈശോയാകുന്ന വാതിലിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഇത് മാതാപിതാക്കളോടാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കരുതരുതേ. നിങ്ങളൊരു തുറന്ന വാതിലാകണമെന്ന്. കാരണം വിധിന്യായം നടത്തിക്കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ തള്ളിക്കളയരുത്. ഒരു തുറന്ന വാതിലായിട്ട് അവരെ സ്വീകരിക്കും. നിങ്ങളുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല അവർ, മറിച്ച് സ്നേഹം ഇങ്ങനെ നിഴലിക്കുന്ന, മനുഷ്യത്വം നിഴലിക്കുന്ന മനുഷ്യരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് മക്കളെയൊക്കെ ഇന്നത്തെ ലോകത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ സ്നേഹത്തിന് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അത് ക്രിസ്തുവിൻ്റെ സ്വരത്തിനനുസരിച്ചുള്ള, ക്രിസ്തുവാകുന്ന വാതിലിനോട് ഉപമിച്ചുള്ള തിരുത്തലുകളായിരിക്കും അത്. ഇനി രണ്ടാമത് വഴിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള വഴിയാണ് ക്രിസ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ക്രിസ്തുവിലൂടെ കടക്കുകയും പുറത്തിറങ്ങുകയും ചെയ്യുക. അതായത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് വഴിതെറ്റുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് മക്കളോടാണ്. പ്രിയ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങൾക്ക് ദൈവം കാട്ടിത്തന്ന വഴി. ഈ വഴിയെ നിങ്ങൾ കടന്നുകൊള്ളുക, പുറത്തിറങ്ങിക്കൊള്ളുക. ഏത് നട്ടപ്പാതിരയ്ക്ക് വന്നും എന്തും പറയാനാവുന്ന വിധത്തിൽ ഒരു തുറന്ന വാതിലായി മാറട്ടെ, ഒരു തുറന്ന പുസ്തകമായി മാറട്ടെ നിങ്ങളുടെ മാതാപിതാക്കൾ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോകത്ത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ വഴി ക്രിസ്തു നൽകിയ, നിങ്ങൾക്ക് നൽകിയ വഴിയാകട്ടെ നിങ്ങളുടെ മാതാപിതാക്കൾ. ഇനി പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു വോയിസ്, ഒരു സ്വരത്തെ പറ്റിയുണ്ട്. അതായത് ആട് ഈ ഒരു ശബ്ദം കേട്ട്, ഇടയന്റെ ശബ്ദം കേട്ട് അതിനെ ഫോളോ ചെയ്യുന്നു, അനുഗമിക്കുന്നു. ഈ ഇടയന്റെ ശബ്ദം എന്ന് പറയുന്നത് പാപ്പ 3 സ്വരത്തെ പറ്റി പറയുന്നു. ക്രിസ്തുവിന്റെ 3 സ്വരം. ക്രിസ്തുവിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നത് ബേറ്റിറ്റ്യൂഡ്സിലാണ്. സൗഭാഗ്യങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നു. ഇനി രണ്ടാമത്തത് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തികളിൽ ഓരോന്നിലും ക്രിസ്തുവിന്റെ സ്വരം എനിക്ക് കേൾക്കുവാനായിട്ട് കഴിയണം. മൂന്നാമത് പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലും എനിക്ക് ഒരപ്പനോടെന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ അല്ലെങ്കിൽ ഈ ദൈവസ്വരം എനിക്ക് കേൾക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ നമ്മുടെ ഈ മക്കളുടെയും മാതാപിതാക്കളുടെയും സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഈ സ്വരം എന്ന് പറയുന്നത്
ക്രിസ്തുവിൻ്റെ സ്വരം, അഷ്ടസൗഭാഗ്യങ്ങൾ കേൾക്കുന്ന, കാരുണ്യ പ്രവൃത്തികളിൽ കേൾക്കുന്ന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കേൾക്കുന്ന സ്വരമായി മാറട്ടെ. അങ്ങനെ ക്രിസ്തുവാകുന്ന ഈ ജീവിതം, ക്രിസ്തുവാകുന്ന വാതിലിലൂടെ സഞ്ചരിച്ച് ലൈഫ് വളരെ സിമ്പിളാക്കി എടുക്കാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ക്രിസ്തുവാകുന്ന ഈ തുറന്ന വാതിലിലൂടെ കയറുക. ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാനാവുന്ന മലർക്കെ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണിത്. എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു ഇടയനാണിത്. അങ്ങനെ ഈ ഉത്തമ ഇടയനിലൂടെ, ഈ ഉത്തമ വാതിലിലൂടെ നമുക്ക് ഈ ജീവിതം സ്വർഗീയോന്മുഖമാക്കാം. അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ